സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത് ഡോർസ് ആൻഡ് വിൻഡോസ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന റൂം മാക്സിമം ഡോർ വിൻഡോകൾ കുറഞ്ഞ റൂമുകൾ സെലക്ട് ചെയ്യുക. ഈ വിൻഡോസ് കൂടുതലാണെങ്കിൽ നമുക്ക് തിക്ക് കർട്ടൻസ് അതുപോലെ സ്പോഞ്ചസ് വെച്ച് ട്രാപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബ്ലൈൻഡ് കർട്ടൻസ് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ചില റൂമുകൾ നമുക്ക് വീട്ടിലെ റൂമുകളൊക്കെയാണ് നമുക്ക് ടോട്ടലി ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബ്ലൈൻഡ് കർട്ടൻസ് തിക്ക് കർട്ടൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്സിമം ഇത് കൺട്രോൾ ചെയ്യാം. സെലക്ട് ചെയ്യുന്ന റൂമിൽ ഇലക്ട്രിസിറ്റിയുടെ അവൈലബിലിറ്റി ആക്സസ് ആണ് നമ്മുടെ ഏറ്റവും മെയിനായി പോയിന്റ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ആവശ്യമായ സോക്കറ്റ്സ്, ഗുഡ് വയറിംഗ് എല്ലാം ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇനി അടുത്ത പോയിന്റാണ് വെന്റിലേഷൻ ഓർ എയർ കണ്ടീഷൻ. നമ്മുടെ റൂമിൽ എപ്പോഴും എയർ കണ്ടീഷൻ നമുക്ക് വേണം, കാരണം എക്യുപ്മെന്റ്സിനും ഒരു വർക്ക് ചെയ്യുന്ന നമുക്കും വളരെ ഗുണം ചെയ്യും. അതുപോലെ വെന്റിലേഷൻസ്, എയർ ഫ്ലോ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട പോയിന്റുകളാണ്. ഈ റൂം പൊസിഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളധികം ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് ആണെങ്കിലും നമുക്ക് പ്രശ്നം വരുന്ന ഒരു പോയിന്റാണ് കോർണർ റൂമുകൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വൈബ്രേഷൻസ് കൂടുതലായിരിക്കും. അത് സയന്റിഫിക്കലി നമുക്ക് പ്രൂവ് ചെയ്തൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കോർണർ റൂമുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി അങ്ങനെ കോർണർ റൂം സെലക്ട് ചെയ്യേണ്ട ആവശ്യം വന്നാൽ തന്നെ നമ്മൾ അതിനനുസരിച്ചുള്ള സൗണ്ട് പ്രൂഫിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ സെലക്ട് ചെയ്യുന്ന റൂം ചെറുതാണെങ്കിലും നമുക്ക് ആവശ്യമായ ഫർണിച്ചേഴ്സ്, അതായത് സ്റ്റുഡിയോ ഡെസ്ക്, സ്റ്റാൻഡുകൾ, എക്യുപ്മെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് വേണം നമ്മൾ സ്ഥലം സെറ്റ് ചെയ്യാൻ. നമ്മൾ ഈ ചെറിയ റൂമിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഈ സെറ്റിംഗ്സിന്റെ ഫ്യൂച്ചർ അപ്ഗ്രേഡേഷൻ ആണ് അടുത്ത പോയിന്റ്. അതായത് നമ്മൾ ഫ്യൂച്ചറിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു ഇൻസ്ട്രുമെന്റോ പുതിയൊരു എക്യുപ്മെന്റോ വരുമ്പോൾ നമുക്ക് ആവശ്യമായ സ്പേസ് അതിന് കൊടുക്കാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ ഈ സെറ്റ് ചെയ്യുന്ന സെറ്റിംഗ്സിൽ തന്നെ മാക്സിമം ആ ഫ്യൂച്ചർ ഒരു അപ്ഗ്രേഡേഷൻ കണ്ടിട്ട് വേണം നമ്മളിത് സെറ്റ് ചെയ്യാൻ. ഇല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഇത് മാറ്റുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് പ്രിപ്പറേഷനിൽ. വർക്ക് സ്പേസ് സെലക്ട് ചെയ്യുമ്പോൾ ഈ പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കുക. ഇതനുസരിച്ചിട്ട് മുന്നോട്ട് പോകുക.